മറ്റൊരു വശത്ത് ഡോക്ടർ ഷാങ്ങിനെ കാണിക്കുന്നു. അയാൾ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോയെ സഹായിക്കുന്ന നിങ് എന്ന പെൺകുട്ടി അവിടെ അവളുടെ ബൈക്ക് പാർക്ക് ചെയ്തു പോകുന്നു. ഇത് കണ്ട് ഷാങ് നോക്കി നിൽക്കുകയാണ്. അതേസമയം സിയ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, അയ്യോ ഞാനിനി എന്ത് ചെയ്താണ് ഇനി എന്നെ തന്നെ ഒന്ന് രക്ഷിക്കുക. ആ സമയത്താണ് പ്രസന്റിലുള്ള നമ്മുടെ നായകൻ അവളെ ഫോൺ വിളിക്കുന്നത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചോദിക്കുന്നു, എന്താ വീണ്ടും തമാശ കളിക്കാനാണോ വിളിക്കുന്നത്? അപ്പോൾ അവൻ പറയുന്നു, നോക്കൂ ഞാൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് നിനക്ക് തോന്നാം, നീ എന്നെ വിശ്വസിക്കില്ലെന്നും എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ്. അത് തെളിയിക്കാൻ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിനക്ക് ക്യാൻസർ ഒന്നുമില്ല, നിന്നെ അവർ പറ്റിക്കുകയാണ്, കൂടാതെ ഈ വർഷത്തെ ലോട്ടറി നമ്പറും ഇതാണ് എന്നും പറഞ്ഞ് ആ ലോട്ടറി നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അവളത് കേട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. പക്ഷേ അതേ സമയം കൃത്യമായി നമ്മുടെ ഷാങ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവളോട്, മോളെ നിന്റെ ശരീരം മൊത്തം ഞങ്ങൾ ചെക്കപ്പ് ചെയ്തു, നിനക്ക് ക്യാൻസർ ഒന്നുമില്ല, നിന്റെ പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇത് കേട്ട് അവൾ ഷാങ്ങിൻ്റെ അടുത്ത്, ഡോക്ടർ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്, എന്തിനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പല്ല് ക്ലീൻ ചെയ്യാൻ പറയുന്നത്? അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ അത് പിന്നെ എന്നും പറഞ്ഞ് പരിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിയ അവൻ്റെ കയ്യിലിരുന്ന മെഡിക്കൽ റിപ്പോർട്ട് പിടിച്ചു വാങ്ങി പരിശോധിക്കുന്നു. അതിൽ എല്ലാം നോർമലാണ്. പ്രസന്റിലിരിക്കുന്ന നായകൻ വിളിച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ അവൾ ഡോക്ടറെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇതിൽ എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? അവൻ വീണ്ടും അവിടെ കിടന്ന് പരിങ്ങുന്നു. എന്നിട്ടും അവൾ വിട്ടില്ല. എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? എന്നാൽ നമുക്ക് പോലീസിനെ വിളിക്കാം, അപ്പോൾ നിങ്ങൾക്കെല്ലാം വേഗത്തിൽ മനസ്സിലാകും എന്നും പറഞ്ഞ് അവൾ ഫോൺ എടുക്കുന്നു. പേടിച്ചു പോയ ഷാങ് അവളടുത്ത് പറയുന്നു, അയ്യോ നിർത്ത്, നീ പോലീസിനൊന്നും വിളിക്കല്ലേ, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇത് കേട്ടിട്ടും അവൾ വിട്ടില്ല. ഓ എൻ്റെ നല്ലതിന് വേണ്ടിയോ? അപ്പോൾ ആ ബോസ് വേയ് ആണല്ലേ ഇതിൻ്റെ പിന്നിൽ? അത് കേട്ടതും ഷാങ് സമ്മതിച്ചു, അതെ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അത് കേട്ടതും അവൾക്ക് ആകെ ദേഷ്യം വരുന്നു. ഓ അയാൾക്ക് ഇത്രയും അഹങ്കാരമോ? എൻ്റെ അടുത്ത് ഇങ്ങനെയാണോ പ്രാങ്ക് കാണിക്കുന്നത്? ഇതിനെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഷാങ്, ഇത് പ്രാങ്ക് ഒന്നുമല്ല, ഈ മെസ്സേജ് ഒന്ന് നോക്കൂ, നിന്റെ ബോസ് വേയ് നിന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, നിന്നെ നന്നായി നോക്കണം എന്ന് അവൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അദ്ദേഹം എന്നെ വെച്ച് തമാശ കളിക്കുകയാണോ അതോ ശരിക്കും കെയർ ചെയ്യുകയാണോ എന്നൊന്നും എനിക്കറിയണ്ട. വെറുതെ എന്തിനാണ് എന്നെ ഈ ഹോസ്പിറ്റലിൽ നിർത്തിയത്? എനിക്ക് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് വേണം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഷാങ് അത് അപ്പോൾ തന്നെ നമ്മുടെ ബോസ് വേയെ വിളിച്ച് പറയുന്നുണ്ട്. അവൾ വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ പ്രസൻറ്റിലിരിക്കുന്ന നായകൻ പറഞ്ഞ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം ഓർമ്മ വരികയാണ്. അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് ലാഭം ലഭിക്കില്ലേ എന്നും പറഞ്ഞ് അവൾ വേഗം പോയി ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നു. ഇതൊക്കെ ദൂരെ നിന്ന് നിങ് കാണുന്നുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ വേയെ വിളിച്ച് സിയ ലോട്ടറി എടുത്ത കാര്യം അറിയിച്ചു. അത് കേട്ട് വേയ് പറയുന്നു, അവൾ ഇപ്പോൾ സന്തോഷിക്കട്ടെ. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കുമോ എന്നറിയില്ല. രാത്രി ആയപ്പോൾ ഷൗ പറഞ്ഞ ക്ലബിലോട്ട് വേയ് എത്തുന്നു. പക്ഷേ അവിടെ ഷൗ ഇല്ലായിരുന്നു. ഷൗവിൻ്റെ അസിസ്റ്റന്റ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വേയ് ചോദിക്കുന്നു, നിന്റെ ബോസ് എവിടെ? നീ മാത്രം എന്താണ് ഇവിടെ? അപ്പോൾ ആ അസിസ്റ്റന്റ് ആ പേപ്പർ നീട്ടിയിട്ട് പറയുന്നു, ബോസ് വന്നില്ല, പക്ഷേ നീ ഈ പേപ്പറിൽ ഒപ്പിടണം. ഇത് കേട്ട് വേയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ എന്തിനാണ് ഇതിൽ ഒപ്പിടുന്നത്? എൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാമെന്നല്ലേ അവൻ പറഞ്ഞത്? അസിസ്റ്റൻ്റ് പറയുന്നു, നിൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് അപകടമൊന്നും വരണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടോ, അല്ലെങ്കിൽ നിന്റെ കൈകൾ ഇനി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയാൻ പറഞ്ഞു എന്നും പറഞ്ഞ് അവൻ കത്തിയെടുത്ത് കാണിക്കുന്നു. ഇതൊക്കെ കണ്ടതുകൊണ്ട് നമ്മുടെ വേ പേടിച്ചിട്ടൊന്നുമില്ല, അവൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഇവിടെ നമ്മുടെ സിയ അവളുടെ അടുത്ത് തന്നെ പറയുകയാണ്, അയ്യോ സിയ നീ എന്തൊരു ഭ്രാന്തിയാണ്, ആരോ ഒരാൾ ഫോൺ വിളിച്ച് ഒരു ലോട്ടറി നമ്പർ പറഞ്ഞാൽ നീ ഉടനെ തന്നെ അത് വാങ്ങിക്കുമോ? ഇതിൽ വിൻ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിന്നിംഗ് നമ്പർ നോക്കിയപ്പോൾ രണ്ടും ഒരേ നമ്പർ. അവൾക്കൊരു നിമിഷം ഒന്നും മനസ്സിലായില്ല. അവൾ നിശബ്ദമായി നിൽക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ ജയിച്ചേ എന്നും പറഞ്ഞ് ഒച്ച വെക്കാൻ തുടങ്ങി. എന്നിട്ട് ആലോചിച്ചുകൊണ്ട്, അതൊക്കെ ശരി, എനിക്ക് ഫോൺ ചെയ്ത ആൾക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം എന്നവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് പ്രസൻറ്റിലിരിക്കുന്ന നായകൻ അവസാനമായി സംസാരിച്ചപ്പോൾ ഇന്ന് രാത്രി ഡെലിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത കാര്യം അവൾ ഓർക്കുന്നത്. അവൾ ചിന്തിച്ചു, ഡെലിൻ ക്ലബ്ബ് അവിടെ എന്താണുള്ളത് എന്നും ചിന്തിച്ചുകൊണ്ട് അവൾ വേഗം അങ്ങോട്ട് പുറപ്പെടുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയെ കുറേ പേര് ചേർന്ന് അടിച്ചൊരു കാറിലോട്ട് കയറ്റുകയായിരുന്നു. ഇത് കണ്ടതും അവൾ, അയ്യോ ബോസ് ഇവിടെ എന്താ നടക്കുന്നത്?
എന്നും പറഞ്ഞ് വേൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. ചുറ്റുമുണ്ടായിരുന്ന കുറേ ആളുകൾ അവരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വേ അവളെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് അവളോട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നവൻ വളരെ കെയറോടെ അവളടുത്ത് ചോദിക്കുന്നു. അപ്പോഴും ചുറ്റും ആളുകൾ വരുന്നത് കണ്ട് അവൻ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. പാവം വേ, അവൻ കയ്യിൽ നല്ലൊരു അടിയും കിട്ടുന്നുണ്ട്. ഈ സമയത്താണ് നിങ് അങ്ങോട്ട് എത്തുന്നത്. നിങ്ങൾ രണ്ടുപേരും വേഗം ഓടി രക്ഷപ്പെട്ടോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നിങ് പറയുന്നത് കേട്ട് വേഗത്തിൽ സിയാനെയും കൂട്ടിക്കൊണ്ട് നിങ്ങിൻ്റെ ബൈക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സിയ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. നമുക്കറിയാവുന്ന ബോസ് തന്നെയാണോ ഇത്? ഇദ്ദേഹം ഇപ്പോൾ വളരെ വ്യത്യസ്തമായാണല്ലോ പെരുമാറുന്നത് എന്നവൾ ചിന്തിക്കുന്നു. അവിടെ നിങ് അടിപിടിയൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അവിടെ അവളുടെ ബൈക്ക് കാണുന്നില്ല. അയ്യോ ഭ്രാന്തവേ, നിന്നെയും സഹായിക്കാൻ വന്ന എൻ്റെ ബൈക്കും കൊണ്ട് നീ പോയോടാ എന്നവൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ ഷാങ് വരുന്നു. നിങ്ങളാണോ നിങ്? നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് എന്നവൻ പറയുന്നത് കേട്ട് നിങ് അവനെ നോക്കി നിൽക്കുന്നു. അതേസമയം അവർ രണ്ടുപേരും വീട്ടിലെത്തി. സിയക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ഇത്രയും വ്യത്യസ്തമായി പെരുമാറുമെന്ന് ഞാൻ കരുതിയിട്ടുമില്ല. നിങ്ങളൊരു വലിയ വിഡ്ഢിയാണ്, ഒരു പ്ലേ ബോയ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം അഭിനയിച്ചു പറ്റിക്കുകയായിരുന്നോ? ഇത് കേട്ട് വേ അവളടുത്ത് പറയുന്നു, ഇവിടെ നോക്ക്, നിനക്ക് എൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഏകദേശം അറിയാമല്ലോ. ഷൗ എപ്പോഴും എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു വിഡ്ഢിയെ പോലെ അഭിനയിച്ചത്. അതുമാത്രമല്ല, നീ ആവശ്യമില്ലാതെ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു. അതുകൊണ്ടാണ് അവൻ നിന്നെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും. ഇത് കേട്ട് സിയ എന്ത് എന്നും പറഞ്ഞ് അവൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ബാറിൽ പോയി ഒരുപാട് മദ്യപിച്ചു. നിങ്ങൾ കുടിക്കാത്ത മദ്യത്തിൻ്റെ ബില്ല് കൂടി അവർ എൻ്റെ കയ്യിൽ തന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ പണം അനാവശ്യമായി മോഷ്ടിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അതുകൊണ്ടാണ് അന്ന് കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്ത് എന്നെ കൊലപ്പെടുത്താൻ നോക്കിയത് അല്ലേ? അന്ന് നിങ്ങൾ മാത്രം എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? അത് കേട്ട് വേ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് നിനക്ക്. അല്ല, നിർത്തൂ. നിങ്ങൾ എന്തിനാണ് അത്രയും റിസ്ക് എടുത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? സിയ പറയുന്നത് കേട്ട് അവൻ മറുപടി പറയുന്നു, അത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. എന്നെ കെയർ ചെയ്യുന്ന നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ കേട്ട് സിയ, സത്യം പറയൂ, നിങ്ങൾ എന്നെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ച് അവസാനം ആ ഷൗവിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചോ? ഇത് കേട്ട് വേ, അയ്യോ, എന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. ശരി, അതൊക്കെ ഇരിക്കട്ടെ, എന്തിനാണ് എന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുത്തിയത്? ഇത് കേട്ടതും വേ പറയുന്നു, അയ്യോ സിയ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വേദനിപ്പിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അത് കേട്ട അവൾ, ഓ, അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ഷെങ് അത്രയും പ്രധാനപ്പെട്ട ഒരാളാണോ? എന്ത്, ഡോക്ടർ ഷെങ്ങോ? ഞാൻ അവളെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഷിയ, ഞാൻ നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്. എന്ത്, എനിക്ക് വേണ്ടിയോ? ഇത് കേട്ടതും വേ പറയുന്നു, അതെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ മനസ്സിൽ വിചാരിക്കുന്നു, സാധാരണയായി ബോസ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാറുള്ളതാണല്ലോ. എന്നിട്ട് അവൾ അവനോട്, നിർത്തൂ, നിങ്ങളോട് ഇങ്ങനത്തെ തമാശയൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഇതിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ. എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് ഞാനുള്ളത് എന്നും പറഞ്ഞ് അവൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. അയ്യോ, എല്ലാം മാഞ്ഞു പോയല്ലോ എന്നും പറഞ്ഞ് അവൾ അലറുകയാണ്. എടോ ദുഷ്ട, നിന്നെ രക്ഷിക്കാൻ വന്ന എനിക്ക് ഇങ്ങനെ തന്നെ വേണം. പോയി എല്ലാം പോയി എന്നും പറഞ്ഞ് അവളോട് നിന്ന് കരയുന്നു. അവൻ അവളെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ ടൈമിൽ സിയ അവൻ്റെ അടുത്ത്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും. നിങ്ങൾക്കായി എപ്പോഴും ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ തന്നെ വിളിക്കൂ എന്നും പറഞ്ഞ് അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടാകും. അതൊക്കെ ഓർത്ത് ഇതൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ സിയ, പോയി എല്ലാം പോയി, ഇനി എനിക്ക് പണമേ കിട്ടില്ല. ഇത് കേട്ട് ശരി വിട്, നിനക്ക് പണം ഞാൻ തരാം. അതും പറഞ്ഞ് പണം അവൻ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. പണം കിട്ടിയതും അവൾ, എന്താണിത്, ഇത്രേ തരുന്നുള്ളോ? ഇതൊന്നും എനിക്ക് പോരാ. ഇത് കേട്ട് ഹേയ് പ്ലീസ്, നിനക്ക് തന്നെ എൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ആ ഷൗ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പണമൊന്നുമില്ല. ഇത് കേട്ടിട്ട് അവൾ പറയുന്നു, നിങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് ഈ അവസ്ഥ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചല്ലോ. ശരി വീട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവളെ എടുത്ത്, ഷിയ,
നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെയാണ് ബോർഡ് മീറ്റിംഗ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.